ഷാരോൺ രാജ് വധക്കേസിൽ കേരള പോലീസിന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വലിയ അഭിനന്ദനമാണ് ലഭിച്ചത്. സാഹചര്യ തെളിവുകളെ അതിസമൃദ്ധമായി ബന്ധപ്പെടുത്തി കുറ്റം തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായി. ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസാണെന്നിരിക്കെ മികവ് പുലർത്താൻ പോലീസിന് സാധിച്ചു. കാലത്തിന്റെ മാറ്റമനുസരിച്ചുള്ള അതിസമൃദ്ധമായ അന്വേഷണമാണ് നടന്നത്. കുറ്റം ചെയ്തതു മുതൽ പോലീസ് പിടിക്കുന്നതുവരെ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടക്കുകയാണെന്ന് പ്രതി ഗ്രീഷ്മ അറിഞ്ഞിരുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 556 പേജുള്ള വിധിപ്പകർപ്പിലാണ് കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തെ കോടതി അഭിനന്ദിച്ചത്. അന്വേഷണത്തിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥന്റെയും പേരെടുത്തു പറയാതെ എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി അഭിപ്രായപ്പെട്ടത്. സ്ലോ പോയിസണിങ്ങിലൂടെ ഷാരോണിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. പ്രതിക്കെതിരായ 48 സാഹചര്യ തെളിവുകൾ തെളിയിക്കാൻ പോലീസിനായെന്നും വിധിയിൽ പറയുന്നു. പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണത്തിൽ പിടിച്ചു നിൽക്കാനുള്ള പ്രതിയുടെ ശ്രമം വിജയിച്ചില്ല. കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ തെളിവ് നശിപ്പിക്കാനായി കൗശലം കാണിച്ചെങ്കിലും അത് ഫലം കണ്ടില്ലെന്നും കോടതി പറഞ്ഞു. ശില്പ IPSന്റെ നേതൃത്വത്തിലാണ് ആദ്യഘട്ട അന്വേഷണം നടന്നത്. കൃത്യമായി നടത്തിയ അന്വേഷണത്തിന്റെ ഫലമാണുണ്ടായതെന്ന് വിധി വന്ന ശേഷം ശില്പ മാധ്യമങ്ങളോട് പറഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ്, പ്രോസിക്യൂഷൻ്റെ ജയമാണ്. ഇത് ഒരാളുടെ ജയമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു ടീം എഫേർട്ടാണ്. ഇതിൽ ഈ ഒരു വേർഡിക്റ്റ് വന്നതിൽ ഈവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് വളരെ മെറ്റിക്കുലസായി അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന്. ഗ്രീഷ്മ കറക്റ്റായി നമുക്ക് പറയുന്നില്ലായിരുന്നു. മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നു. കുറേ കാര്യങ്ങൾ ഇനീഷ്യലി നമ്മൾ അന്വേഷണം തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചു. പിന്നെ നമ്മൾ സീനിയർ ഓഫീസേഴ്സ് അതിൽ ഇൻ്റർവീൻ ചെയ്തിട്ട് എല്ലാവരും ആ കാര്യം എന്താണ് കറക്റ്റായ കാര്യമായി നോക്കി എക്സാമിൻ ചെയ്ത ശേഷം എവിഡൻസ് കളക്ട് ചെയ്തിട്ട് അവളെ ക്വസ്റ്റ്യനിങ് ചെയ്ത ശേഷം അവൾ ബ്രേക്കായി. സോ ഇനീഷ്യലി കുറച്ച് ചാലഞ്ചസ് വന്നു. പക്ഷെ നമുക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എവിഡൻസസ് കളക്ട് ചെയ്തിട്ട് നന്നായി അന്വേഷണം കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP KJ ജോൺസൺ ആണ്. പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചു. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല, കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അത് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല, ഈ കുറ്റകൃത്യത്തിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്നതിലും പോലീസ് വിജയിച്ചു. അതിന്റെ നമ്മുടെ ടീം വർക്കിന്റെ വിജയം തന്നെയാണ്. തിരുവനന്തപുരം റൂറൽ SP ആയിരുന്നു, ഇപ്പം എൻ്റെ കാസർഗോഡ് SP ആയിരുന്ന റൂറൽ SP മാഡം ശില്പ മാഡം ആയിരുന്നു അന്ന് SP. അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാർ, സൈബർ പോലീസുകാർ, ഇവരെല്ലാം തന്നെ രാത്രി പകൽ എന്ന പോലെ ജോലി ചെയ്തിട്ടാണ് ഇതിനുള്ള എല്ലാവിധ തെളിവുകളും നമ്മൾ കൊണ്ടുപോകും. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവുമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. ഷാരോൺ രാജിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊലപാതകത്തിന് പുറമെ തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കലടക്കം വിവിധ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അതുകൂടി പരിഗണിച്ചുള്ളതാണ് കോടതി വിധി. 2022 ഒക്ടോബർ 14 വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഗ്രീഷ്മ ഷാരോണിന് വിഷം കലർത്തിയ കഷായം നൽകിയത്. രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു.